ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നും കഴിച്ചപ്പോൾ വളരെയേറെ ടേസ്റ്റ് തോന്നിയിട്ട് ഞാൻ അവളോട് റെസിപ്പി വാങ്ങി പഠിച്ചെടുത്തതാണിത്. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 3/4 കിലോയോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. തീരെ ചെറിയ പീസായിട്ടല്ല, അല്പം വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. 1/2 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വരെ ഇതുപോലെ വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതിൻ്റെ രണ്ടാമത്തെ മാരിനേഷൻ ചെയ്യാം. അതിനുവേണ്ടി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു ചെറിയ ഉള്ളിയുടെ 4/1 ഭാഗം മാത്രം മതി. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ മസാല ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് വീണ്ടും അടച്ച് വെച്ച് അരമണിക്കൂർ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കനിനി ഫ്രൈ ചെയ്തെടുക്കാം. മസാല എല്ലാം നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 5-6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ ഭാഗവും കൂടി നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ 2 വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റാണ്. മുഴുവൻ ചിക്കനും ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചിക്കൻ ഫ്രൈയുടെ ഒരു ടേസ്റ്റാണ് ഇതിന്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ. താങ്ക്